മക്കൾക്കും രാത്രി കഴിക്കാൻ അമ്പലത്തിലെ അന്നദാനം. ഇപ്പൊ ഉത്സവ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും അന്നദാനം കിട്ടും കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ഇതുപോലത്തെ ചോറും അവിയലും തോരനും പിന്നെ മാങ്ങാച്ചാറ് സാമ്പാറൊക്കെ ഉണ്ട് കേട്ടോ. പരിപ്പ് പുളിശ്ശേരി ഇതെല്ലാം ഉച്ചയ്ക്ക് അമ്മ കഴിക്കാൻ പോയപ്പോൾ എനിക്കും ഒക്കെ കൂടെ ടിന്നിലാക്കി കൊണ്ടുവന്നിട്ടാ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ദിവസം ഇതൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടാ. അപ്പൊ ഇതെല്ലാം കൂടെ പാത്രത്തിൽ അടച്ചു കൊണ്ടുവന്ന തുറക്കുമ്പോൾ ഒരു മണം ഉണ്ട് കേട്ടാ. എനിക്കും ഇഷ്ടമാണ്, എന്റെ മക്കൾക്കും ഇഷ്ടമാണ്. നമ്മൾ വീട്ടിൽ എത്ര സദ്യ വെച്ചാൽ ഇതുപോലത്തെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. അതുപോലെയാണ് കല്യാണ സദ്യ. അപ്പം ഞാൻ കഴിച്ചിട്ട് പിള്ളേർക്കൂടെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ മോൻ ഇനി തിങ്കളാഴ്ച കൂടെ എക്സാം ഉള്ള, അത് കഴിഞ്ഞ വീടെടുത്ത് മറച്ചു വെക്കി രണ്ടും കൂടെ. ഒരാൾക്ക് വാരി കൊടുത്തിട്ട് അടുത്താൾക്ക് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പരാതിയാണ്. വാരി കൊടുക്കുന്ന ആളുടെ അടുത്ത് മാത്രമേ എനിക്ക് സ്നേഹമുള്ളെന്ന് പറഞ്ഞിട്ടാ. ഇതെല്ലാം കഴിഞ്ഞ് ആ പാത്രം വഴിച്ചു വെച്ച് പിന്നെ വിളക്കൊക്കെ അണച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഇത്രയും സമയം ഒന്നും വിളക്ക് നിൽക്കൂല കേട്ടാ. ഇന്ന് എണ്ണ കൂടുതൽ ഒഴിച്ചോണ്ടായിരിക്കും. പിന്നെ മുറ്റത്ത് നല്ല മുല്ലപ്പൊക്കെ വന്നിട്ടുണ്ടേ. ദാ വെളിയിൽ കാഴ്ച ചെയ്താണ് കേട്ടാ. വീടിന്റെ ഒരു ലോങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ. ഇന്ന് രാത്രി ആയപ്പോ എന്റെ ഒരു പാക്ക് വിട്ട് ഉറങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ.